പുന്നയൂർ പഞ്ചായത്ത് മന്നലാംകുന്ന് ബീച്ചിൽ കുട്ടികൾക്കുള്ള പാർക്ക് അവധി ദിനങ്ങളിലും അടഞ്ഞുകിടക്കുന്നു. നവീകരണത്തിന്റെ പേരിലാണ് പാർക്കിന്റെ പ്രവർത്തനം സ്തംഭിച്ചത്. 2017 ജില്ലാ പഞ്ചായത്തിന്റെയും പുന്നയൂർ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികളുടെ പാർക്ക് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ കോവിഡ് കാലത്തിന്റെയും ചില സാങ്കേതിക കാരണങ്ങളാലും നിർമ്മാണം മന്ദഗതിയിലായെങ്കിലും തുടർ പ്രവർത്തനം ബാക്കി നിൽക്കെ ഉദ്ഘാടനം നടന്നിരുന്നു. പിന്നീട് ഫണ്ട് വിലയിരുത്തുകയും ഗേറ്റ് നിർമ്മാണം, കട്ടവിരിക്കൽ, കഫേ കൌണ്ടർ, ഇരിപ്പിടങ്ങൾ, അലങ്കാരച്ചെടികൾ വെച്ചുപിടിപ്പിക്കൽ തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ നോക്കാൻ ആളില്ലാതെ ചെടികൾ ഉണങ്ങുകയും കഫേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്ന് പ്രവർത്തനം നടത്തുവാൻ പോലും സാധിക്കാത്ത സ്ഥിതിയുമായി. എങ്കിലും ബീച്ചിലെത്തിയിരുന്ന കുട്ടികൾക്ക് പാർക്കിൽ കളിക്കുവാനുള്ള സൌകര്യമുണ്ടായിരുന്നു. നിലവിൽ 30 ലക്ഷം രൂപ ചെലവിട്ടാണ് പാർക്കിലെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ഇതിൽ 20 ലക്ഷം രൂപ കളി ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനും അലങ്കാര പ്രവൃത്തികൾക്കുമാണ് വിനിയോഗിച്ചിട്ടുള്ളത്. 10 ലക്ഷം രൂപ ചെലവിൽ ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് നടത്തിയത്. പഞ്ചായത്ത് 20 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയുമാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. പുന്നയൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ബീച്ചാണ് മന്നലാംകുന്ന്. ചെറിയ പെരുന്നാളിന് ബീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് കാർണിവൽ ഉദ്ഘാടനത്തിനോടൊപ്പം കുട്ടികളുടെ പാർക്കും തുറന്നുകൊടുക്കും എന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് നടപ്പിലായില്ല. ചെറിയ പെരുന്നാളും വിഷുവും ബീച്ച് ഫെസ്റ്റിവലും നടക്കുമ്പോൾ നിരവധി പേരാണ് ബീച്ച് സന്ദർശനത്തിനെത്തിയത്. കഴിഞ്ഞ ദിവസം കുട്ടികൾ മതിൽ ചാടിക്കടന്ന് പാർക്കിലെത്തി വിനോദസമയം ആസ്വദിച്ചു. വീണ്ടും ഉദ്ഘാടനം നടത്താൻ തെരഞ്ഞെടുപ്പ് ചട്ടം അനുവദിക്കാത്തതിനാലാണ് പാർക്ക് തുറക്കാത്തത് എന്നാണ് സൂചന. അതേസമയം പാർക്കിൽ പുതുതായി വെച്ചുപിടിപ്പിച്ച അലങ്കാരച്ചെടികളും മറ്റും നശിച്ചുപോകും എന്ന കാരണത്താലാണ് കുട്ടികൾക്ക് ഇപ്പോൾ തുറന്നു കൊടുക്കാതിരിക്കുന്നത് എന്നാണ് അധികൃതരുടെ ഭാഷ്യം. CCTV ന്യൂസ്, പുന്നയൂർകുളം.